ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ നോക്കുന്നത് നേനേന എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നായികയ്ക്ക് ഒരു കേസ് കിട്ടുന്നു. ആ കേസിനെ പറ്റി അന്വേഷിച്ച് തുടങ്ങുന്ന സമയത്ത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ പെട്ടുപോയ ഒരു സ്കെൽറ്റൻ അവൾക്ക് കിട്ടുവാണ്. ആ സ്കെൽറ്റനെ പറ്റി അന്വേഷിക്കുന്ന സമയത്താണ് അവൾ മനസ്സിലാക്കുന്നത് ആ സ്കെൽറ്റന് അവളുടെ മുജ്ജന്മവുമായിട്ട് ബന്ധമുണ്ടെന്ന്. അതിനുശേഷം സംഭവിക്കുന്ന വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയുന്ന ഒരു ഹൊറർ മൂവിയാണിത്. അപ്പൊ ഇനിയും പറഞ്ഞത്തേക്ക് ലാഗ് അടുപ്പിക്കുന്നില്ല, നമുക്ക് നേരെ സ്റ്റോറി നോക്കാം. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും ഇപ്പൊ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കണം. Let's go to the video. മൂവിയുടെ സ്റ്റാർട്ടിംഗിൽ ഒരു ഫോറസ്റ്റ് കാണിക്കുവാണ്. ഇപ്പൊ ഒരു ഫോറിനർ അവിടെ കൂടി അയാളുടെ ജീപ്പിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഉൾക്കാട്ടിലേക്ക് എത്തി അയാൾ അവിടെ മുഴുവൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വണ്ടിയെല്ലാം നിർത്തി അങ്ങനെ ഇറങ്ങി നടക്കുവാണ്. ഈ സമയത്ത് ആ കാടിന്റെ ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ അവിടെ എന്തൊക്കെയോ അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഇതെല്ലാം കണ്ട് അയാൾ വരേണ്ടി നിൽക്കുന്ന അതേ സമയം തന്നെ അയാൾ അവിടെയുള്ള ഒരു ചെളിക്കൊണ്ടിലേക്ക് വീഴുവാണ്. ഈ സമയം അയാൾ എന്നെ രക്ഷിക്കണേന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തിൽ തന്നെ വിളിക്കുന്നുണ്ട്. എന്നാൽ പരിസരത്തൊന്നും ആരുമില്ലായിരുന്നു. അങ്ങനെ അയാൾ അതിൽ കടന്ന് മരിക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ആ സീനോടെ കട്ടാവുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായ അടുത്ത സീനിൽ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവ്യ എന്ന് പറയുന്ന നമ്മുടെ നായികനെയാണ് കാണിക്കുന്നത്. അവളിപ്പോൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ സീനിയർ ഉദ്യോഗസ്ഥൻ അവളോട് പറയാണ്, ഇന്ന സ്ഥലത്തേക്ക് എത്രയും പെട്ടെന്ന് നീ ഒന്ന് ചെല്ലണം. ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെൽപ്പ് ആവശ്യമുണ്ട്. ഇത് കേൾക്കുന്ന നായിക അതിനെന്ത് സാറേ ഞാൻ പൊക്കോളാന്നും പറഞ്ഞ് നേരെ അവിടേക്ക് പോകുന്നു. മൂവിയുടെ സ്റ്റാർട്ടിംഗിൽ ആ ഫോറിനർ മരിക്കുന്ന സീക്വൻസ് എല്ലാം കാട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ആ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ ആ കേസിനെ പറ്റി അന്വേഷിക്കാനായിട്ട് അതിനുവേണ്ട ഹെൽപ്പിന് വേണ്ടിയാണ് നായകൻ ഇവിടേക്ക് ഉദ്യോഗസ്ഥൻ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അങ്ങനെ അയാൾ അതിനെപ്പറ്റിയെല്ലാം നായികയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആ സ്ഥലം പരിശോധിക്കുന്ന പോലീസുകാർക്ക് അവിടുന്ന് അയാളുടെ ചില തിങ്സും അതുപോലെ അയാളുടെ രക്തക്കറകളെല്ലാം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എന്ന ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. സോ ആ സ്ഥലത്തെ മണ്ണ് മാറ്റി അവിടെ പരിശോധിക്കാനാണ് പോലീസുകാർ തീരുമാനിച്ചിരിക്കുന്നത്. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന നായകനെ വിളിച്ച് ആ സ്ഥലത്തിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പോലീസുകാരൻ ഇപ്പൊ നായകനെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ പോലീസുകാരൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടത് നായിക, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം സാറേ, ഞാൻ ആ സ്ഥലത്തേക്ക് പോയിട്ട് എന്തായാലും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന് പറയുന്നു. അങ്ങനെ നായിക അവിടെ ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് അവിടെ ചെല്ലുന്ന സമയത്ത് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസറായ രാജു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ കണ്ടാൽ മതിയെന്നും അയാൾ പറഞ്ഞു കൊടുക്കുന്നു. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് നായിക ഇറങ്ങുവാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായ രാജു എന്ന് പറയുന്ന വ്യക്തിനെയാണ്. ആ ഏരിയയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളെല്ലാം ഫോറസ്റ്റിലേക്ക് എന്തെങ്കിലും ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് പോകണമെങ്കിൽ അതിന് ഈ രാജുവിന് അവര് പഴമായും പച്ചക്കറിയായിട്ടും പ്രതിഫലം കൊടുക്കണമായിരുന്നു. അങ്ങനെ ഇപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ അയാൾ നാട്ടുകാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ നായിക അവിടേക്ക് വരുന്നത്. എന്ത് ഹെൽപ്പിനും അയാളെ വിളിച്ചാൽ മതി എന്ന് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞുകൊണ്ടാണ് ഇയാളെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ച നായിക ഇവിടേക്ക് വന്നത്. അങ്ങനെ ഇപ്പൊ അവിടേക്ക് എത്തിയ നായകനെ കണ്ടതും രാജുവിനാണെങ്കിൽ അവളെ വല്ലാതെ അങ്ങ് ഇഷ്ടാവുന്നു. അങ്ങനെ നായിക വന്ന കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് മാഡം വാ ഞാൻ കൂടെ വരാമെന്നും പറഞ്ഞുകൊണ്ട് ആ സ്ഥലം കാട്ടിക്കൊടുക്കാൻ വേണ്ടി അയാളെ നായകൻ ഇവിടെ പോവുകയാണ്. അങ്ങനെ നായകനെ കൂട്ടിക്കൊണ്ട് പോയ സ്ഥലം കാട്ടിക്കൊടുക്കുന്നു. അങ്ങനെ ഇപ്പൊ നായിക ആ സ്ഥലം എല്ലാം ചെക്ക് ചെയ്യുന്നു. പോലീസുകാർ ആ ഫോറിനറുടെ ബോഡി ഉണ്ടാവുമെന്ന് സംശയിക്കുന്ന ഈ സ്ഥലം JCB വെച്ച് മാന്താൻ തീരുമാനിച്ച ഇൻ കേസ് ബോഡി ഇവിടെ ഉണ്ടെങ്കിൽ അതിന് ഡാമേജ് സംഭവിക്കും. അതുകൊണ്ട് പണിക്കാരെ വെച്ച് ഈ സ്ഥലം മാന്തി ബോഡി എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് നായിക മനസ്സിലാക്കുന്നു. അങ്ങനെ അത് പോലീസുകാരെ വിളിച്ച് പറയുകയും ചെയ്യുവാണ് നായിക. അതിനുശേഷം അവിടെ അടുത്ത് തന്നെയായിട്ട് ഒരു പഴയ മ്യൂസിയം ഉണ്ടായിരുന്നു. ആ കാര്യം അറിഞ്ഞപ്പം അവിടെയും കൂടി ഒന്ന് പോയിട്ട് പോവാന്ന് വിചാരിച്ച് നായിക അവിടെ എത്തുവാണ്. അങ്ങനെ ഇപ്പൊ നായിക അവിടേക്ക് എത്തുന്ന സമയത്ത് അവിടെയുള്ള ഉദ്യോഗസ്ഥൻ ആ മ്യൂസിയത്തിലുള്ള കാര്യങ്ങളെല്ലാം നായികനോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇപ്പൊ അവിടെ ഒരു അലമാരി പോലുള്ള സംഭവം നായിക കാണുന്നു. അങ്ങനെ നായിക അവിടെയുള്ള വ്യക്തിയോട് ഇതെന്താന്ന് ചോദിക്കുവാണ്. ഇത് 150 കൊല്ലം പഴക്കമുള്ള ഒരറയാണ്. പണ്ടത്തെ കാലത്തെ ആൾക്കാരെ ശിക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരറയാണിത്. ഞാനത് തുറന്നു കാണിക്കാം അപ്പൊ മനസ്സിലാവുമെന്നും പറഞ്ഞുകൊണ്ട് അയാൾ അത് തുറന്നു കാണിക്കുന്നു. അറ തുറക്കുന്ന സമയത്ത് അതിൽ നിറയെ മുള്ളുകളായിരുന്നു. ഈ അറയിലിട്ടൊരു വ്യക്തിനെ അടച്ചിട്ടുണ്ടെങ്കിൽ ഈ മുള്ളുകളെല്ലാം കുത്തിക്കറി അയാൾ കൊടൂരമായിട്ട് മരിച്ചു പോകും. അങ്ങനെ ഇപ്പൊ ഇതെല്ലാം കാണുന്ന സമയത്ത് നായികയ്ക്കാണെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ കണക്ട് ആവുന്നല്ലോ തോന്നുന്നു. അങ്ങനെ ആ സിനിമ കട്ടായ അടുത്ത ദിവസം നായിക പറഞ്ഞ സ്ഥലത്തേക്ക് ആ സ്ഥലം മാന്തി നോക്കാൻ വേണ്ടി കുറെ പണിക്കാരെത്തുവാണ്. അങ്ങനെ ഇപ്പൊ പണിക്കാരെല്ലാം കൂടി ആ സ്ഥലം മാന്തുന്ന സമയം ഒരു ഘട്ടം എത്തുമ്പോൾ അവിടെ ഒരു അസ്ഥികൂടം അവർ കാണുന്നു. അങ്ങനെ ഇപ്പൊ അത് വളരെ സൂക്ഷിച്ച് അവർ മാന്തി എടുക്കുവാണ്. എന്തായാലും ഈ അസ്ഥികൂടം 4 ദിവസം മുമ്പ് കാണാതായ ആ ഫോറിനറുടെ ആവില്ല. ബോഡി ജീർണിച്ച് ഈ ഒരു അവസ്ഥയിലാവാൻ എന്തായാലും 4 ദിവസം പോരാ. എന്തായാലും അത് ചെക്ക് ചെയ്യിക്കാൻ വേണ്ടി നായികയാണെങ്കിൽ അത് അവിടെ നിന്ന് പാക്ക് ചെയ്ത് ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് എത്തിക്കുന്നു. അങ്ങനെ അവരത് വേണ്ട രീതിയിൽ ചെക്ക് ചെയ്തിട്ട് നായികനോട് പറയുകയാണ് ഈ സ്കെൽറ്റൻ ഏകദേശം 100 വർഷം പഴക്കമുണ്ടെന്ന്. എന്തായാലും അപ്പൊ ഈ സ്കെൽറ്റൻ ഫോറിനറിന്റെ അല്ലാന്ന് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് ആരുടെയാണെന്ന് നായിക ആലോചിക്കുന്നു. ഗ്രാഫിക്സ് ഉപയോഗിച്ച് ഈ സ്കെൽറ്റന് ഒരു ഫേസ് കൊടുത്ത് ഇത് എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാന്ന് ഈ സമയം ഡോക്ടർ നായികനോട് പറയുന്നുണ്ട്. എന്നാൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തോളാൻ നായിക പറയുന്നു. അങ്ങനെ ആ സിനിമയുടെ കട്ടായ അടുത്ത സീനില് ഫോറൻസിക് ഓഫീസറായ രാജു DSPനെ കാണാൻ വേണ്ടി ഇപ്പൊ അയാളുടെ വീട്ടിലേക്ക് എത്തുവാണ് രാത്രി സമയത്ത്. അപ്പോഴാണ് രാജു കാണുന്നത് DSPന്റെ വീട്ടിലേക്ക് ഒരു പെണ്ണ് കയറി പോകുന്നത്. ഓ കള്ളൻ, ആരും അറിയാത്ത രാത്രി ഇതാ പരിപാടി എന്നുള്ള രീതിയിൽ അയാളോട് അതിനെപ്പറ്റി ചോദിക്കാന്ന് വിചാരിച്ച് രാജു പെട്ടെന്ന് അവിടേക്ക് കയറി ചെല്ലുന്നു. അങ്ങനെ ഈ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് DSP എടോ താൻ എന്തേ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുകയാണ്. സാറിന്റെ മുമ്പിൽ അഭിനയിക്കാനോ നിൽക്കണ്ട, ഞാനെല്ലാം കണ്ടു എന്നൊക്കെ പറഞ്ഞ് അയാളുടെ DSPനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ അവിടെ കറണ്ട് പോകുന്നു. ഓ ഞാൻ കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ അത് എന്നീന്ന് മറയ്ക്കാൻ വേണ്ടി കറണ്ട് ഓഫാക്കി അവളെ ഇവിടുന്ന് ഇറക്കി വിടാനുള്ള പരിപാടിയാണല്ലേ. കൊള്ളാം കൊള്ളാം സാറേ എന്നൊക്കെ ഈ സമയം രാജു പറയുന്നു. അങ്ങനെ ഇപ്പൊ രാജു ലൈറ്റ് കളിക്കുന്ന സമയത്ത് ആ പെണ്ണ് താ അവിടെ
നിൽക്കുന്നു. അവളുടെ മുഖം കണ്ട് ശരിക്കും മനരാജ് ഞെട്ടുവാണ്. കാരണം ആ പെണ്ണ് നായികനെ പോലെയായിരുന്നു. ഇത് നായികയാണെന്ന് വിചാരിച്ച് നീ എന്താ ദിവ്യ എവിടെയെന്ന് രാജുഭായ് ചോദിക്കുവാണ്. അപ്പോഴേക്കും അവളാണെങ്കിൽ രാജുവിനെ തല്ലി താഴെ ഇടുന്നു. അതിനുശേഷം DSPനെ അവൾ തല്ലുവാണ്. ഇതെല്ലാം കാണുന്ന അവർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ഇതെന്താ ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒന്നും മനസ്സിലാക്കാൻ പറ്റാതിരിക്കുവാണ് അവര്. ഈ സമയം പെട്ടെന്ന് അവളുടെ രൂപം അവിടെ നിന്ന് പറഞ്ഞു പോകുന്നു. ഓടിക്കോ സാറേ എന്നും പറഞ്ഞുകൊണ്ട് രാജു ആണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു. DSPയും പുറകെ വരുവാണ്. അങ്ങനെ പുറത്തേക്ക് എത്തി അവര് പെട്ടെന്ന് വണ്ടി എടുത്ത് രക്ഷപ്പെടാന്നുള്ള രീതിയിൽ അവിടുന്ന് വണ്ടി എടുത്ത് പോകാൻ തുടങ്ങുന്ന സമയം ആ രൂപം വീണ്ടും അവരുടെ മുമ്പിലേക്ക് വരുന്നു. എന്നിട്ട് അവളിപ്പോ രാജുവിനോട് പറയുവാണ്, ഇന്ന് രാവിലെ അസ്ഥികൂടം കണ്ടുപിടിച്ച സ്ഥലത്തേക്ക് എത്രയും വേഗം ഇയാളെ കൂട്ടിക്കൊണ്ടുവരാൻ. ഇത് കേൾക്കുന്ന രാജു ശരി ആയിക്കോട്ടെ ഇപ്പൊ തന്നെ കൊണ്ടുവരാമെന്നും പറഞ്ഞുകൊണ്ട് വണ്ടി എടുത്ത് അവിടേക്ക് പോകാൻ തുടങ്ങുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് DSP പറയുന്നുണ്ട്, എടോ താൻ പെട്ടെന്ന് വണ്ടി തിരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടി വിടാൻ. ഇത് കേൾക്കുന്ന രാജു വണ്ടി തിരിക്കാൻ ശ്രമിക്കുന്ന സമയം അവിടേക്ക് വീണ്ടും ആ പെണ്ണിന്റെ രൂപം വരുന്നു. എന്നിട്ട് അവൾ ഇവരോട് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഞാൻ വിടില്ല എന്ന് ഭയങ്കര ദേഷ്യത്തോടുകൂടി പറയുവാണ്. അയ്യോ ഇല്ല ഞങ്ങൾ നേരെ അങ്ങോട്ട് തന്നെ വന്നേക്കാന്നും പറഞ്ഞ് രാജു വീണ്ടും ആ സ്ഥലത്തേക്ക് വണ്ടി എടുക്കുന്നു. അങ്ങനെ അവർ ആ സ്ഥലത്തേക്ക് എത്തുന്ന സമയം ആ പെണ്ണ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ അവരവിടേക്ക് എത്തിയതും ആ DSPനെ ആ പെണ്ണാണെങ്കിൽ ഒരുപാട് ഉപദ്രവിക്കാൻ തുടങ്ങുന്നു. ഇതെന്തിനാ ഇവള് DSPനെ ഇങ്ങനെയെല്ലാം ചെയ്യുന്നുള്ള രീതിയിൽ ഒന്നും മനസ്സിലാക്കാൻ കഴിയാതെ രാജു അങ്ങനെ നിൽക്കുവാണ്. അവളിങ്ങനെ ഒരുപാട് ഉപദ്രവിക്കുന്ന സമയത്ത് DSP ആണെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന വലിയൊരു കമ്പി കഷ്ണം എടുത്ത് അയാളുടെ മേത്തേക്ക് അവളെറിയുവാണ്. അങ്ങനെ അത് കുത്തിക്കേറി അയാൾ മരിക്കുന്നു. ഇത് കണ്ട് ആകെ ഷോക്കാവുന്ന രാജു ആണെങ്കിൽ പെട്ടെന്ന് അവിടുന്ന് വണ്ടി എടുത്ത് ഭയത്താൽ രക്ഷപ്പെടുവാണ്. അപ്പോഴേക്കും അവളാണെങ്കിൽ അവനെ തടഞ്ഞ് അവനോട് പറയുവാണ്, ഇപ്പൊ ഇവിടെ ഈ നടന്ന കാര്യം നീ ആരോടെങ്കിലും പോയി പറഞ്ഞാ നിന്റെ അവസ്ഥ ഇതായിരിക്കുമെന്ന്. അയ്യോ ഞാൻ ആരോടും പറയില്ല എന്ന് അവൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാമെന്നും പറഞ്ഞ് അവളാണെങ്കിൽ അവനെ വിടുകയും ചെയ്യുന്നു. അങ്ങനെ ആ സീനോട് കട്ടായ അടുത്ത ദിവസം DSP മരിച്ച കാര്യം എല്ലാവരും അറിയുന്നു. അങ്ങനെ പോലീസുകാരെല്ലാം അവിടേക്ക് എത്തിയിട്ട് അതിനുവേണ്ട അന്വേഷണങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതേസമയം ഫോറൻസിക് ഉദ്യോഗസ്ഥൻ നായകനെ അവിടേക്ക് വിളിപ്പിക്കുവാണ്. കിട്ടിയ തലയോട്ടിക്ക് ഗ്രാഫിക്സ് എല്ലാം കൊടുത്ത് അതെങ്ങനെ ഇരിക്കുന്നു ചെക്ക് ചെയ്യാന്ന് നായകനോട് ആ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇപ്പൊ അയാളതെല്ലാം ചെക്ക് ചെയ്തിട്ട് അതിനെപ്പറ്റി പറയാൻ വേണ്ടിയാണ് നായകനെ വിളിച്ചിട്ടുള്ളത്. അങ്ങനെ ഇപ്പൊ അയാള് ആ രൂപം നായികയ്ക്ക് കാട്ടിക്കൊടുക്കുന്നു. അത് കാണുന്ന സമയത്ത് നായിക ആകെ ഷോക്ക് ആവുകയാണ്. ഗ്രാഫിക്സ് എല്ലാം വെച്ച് ആ സ്കൾ എങ്ങനെ ഇരിക്കുന്നു നോക്കുന്ന സമയം ഔട്ട് കിട്ടുന്നത് നായികന്റെ ഫേസ് ആയിരുന്നു. ഇത് കണ്ട് നായിക ആകെ ഷോക്കായിട്ടിരിക്കുന്ന സമയത്ത് ആ ഡോക്ടർ പറയാണ്, കിട്ടിയിരിക്കുന്ന സ്കെൽറ്റൻ മാഡത്തിന്റെ ആണെന്ന്. എന്റെയോ നിങ്ങൾ എന്തീ പറയുന്നത്? ഞങ്ങളൊരു ചാൻസ് ആണ് പറയുന്നത്. ഇത് ഉറപ്പിക്കാനായിട്ട് ചില ടെസ്റ്റുകളും കൂടി ഉണ്ട്. മാഡം ഓക്കെ ആണെങ്കിൽ ഇപ്പൊ നമുക്ക് ചെയ്തു നോക്കിയാലോ എന്ന് അവർ ചോദിക്കുന്നു. അതിന് നായിക ആയിക്കോട്ടെ എന്നും പറയുകയാണ്. അങ്ങനെ നായികനെ വെച്ച് അവരിപ്പോ എന്തൊക്കെയോ ടെസ്റ്റുകളും കൂടി ചെയ്യുന്നു. അങ്ങനെ ഇപ്പൊ അതും കൂടി കഴിയുന്ന സമയത്ത് ഏകദേശം ഉറപ്പാവുന്നു. അങ്ങനെ ഇപ്പൊ അതും കൂടി കഴിയുന്ന സമയത്ത് നായികന്റെ ഫീച്ചേഴ്സും കിട്ടിയിരിക്കുന്ന സ്കെൽറ്റന്റെ ഫീച്ചേഴ്സും ഒന്നാണെന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ ഡോക്ടേഴ്സ് നായികയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു ഈ സ്കെൽറ്റൻ നായികന്റെ മുജ്ജന്മമായിരുന്നു എന്ന്. അങ്ങനെ ആ സീനോട് കട്ടെ അടുത്ത സീനിൽ മരിച്ച DSPന്റെ 2 ബ്രദേഴ്സും ഒരു സിസ്റ്ററും അവിടേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നു. അയാളുടെ ഈ അവസ്ഥയിൽ അവരൊരുപാട് സങ്കടപ്പെടുന്നു. ഇതാര് ചെയ്താലും അവരെ എത്രയും വേഗം കണ്ടെത്തി അവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കണം എന്നൊക്കെ ഈ സമയം പോലീസുകാരോട് അവർ പറയുകയും ചെയ്യുകയാണ്. അങ്ങനെയിരിക്കുന്ന സമയത്ത് പോലീസ് അന്വേഷണത്തില് പോലീസുകാർ ഒരു കാര്യം കണ്ടുപിടിക്കുന്നു. DSPന്റെ ശരീരത്ത് കുത്തിക്കേറിയ ആ കമ്പി കഷ്ണമില്ലേ അതിലുണ്ടായിരുന്ന ഒരു പെണ്ണിന്റെ ഫിംഗർ പ്രിന്റ് ആണെന്ന്. അത് മാത്രമല്ല ആ കമ്പി കഷ്ണത്തിന് നല്ല ഭാരമുണ്ട്. അത് ഒരിക്കലും ഒരു പെണ്ണിന് ഒറ്റയ്ക്ക് എടുത്തെറിയാൻ പറ്റില്ല. അതുകൊണ്ട് അതിൽ അവളെ ആരോ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. ഇതെല്ലാം അറിയുന്ന സമയത്ത് DSPന്റെ ബ്രദേഴ്സിനും സിസ്റ്ററിനും ഈ ക്രൈം ചെയ്ത ആൾക്കാരെ കിട്ടിയ അവരെ തീർത്തു കളയാനെന്നുള്ളൊരു വാശി വരുന്നു. അവരത് രാജുവിനോട് പറയുന്നുണ്ട്. കാര്യങ്ങളെല്ലാം അറിയാവുന്ന രാജു ആണെങ്കിൽ ഒന്നും പറയാൻ കഴിയാതെ ആകെ ബുദ്ധിമുട്ടി പോകുന്നു. ഇതേ സമയം അവിടെയുള്ള പോലീസുകാരാണെങ്കിൽ ആ കമ്പിയിൽ നിന്ന് കിട്ടിയ ആ ഫിംഗർ പ്രിന്റുമായിട്ട് മാച്ച് ചെയ്യുന്ന ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണത്തിലായിരുന്നു. അങ്ങനെയിരിക്കുന്ന സമയത്താണ് രാജുവിനെ കാണാൻ വേണ്ടി ഫോറസ്റ്റ് ഓഫീസിലേക്ക് നമ്മുടെ നായിക എത്തുന്നത്. അന്ന് ആ ക്രൈം ചെയ്തത് നായികയാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജു. അതുകൊണ്ട് തന്നെ അവളെ കാണുന്നതും അവനാണെങ്കിൽ അവിടെ പോയി ഒളിച്ചിരിക്കുന്നു. അവിടെ ചെന്ന് നായിക രാജുവിനെ ഒരുപാട് വിളിക്കുന്ന സമയത്ത് അയാൾ ഇറങ്ങി വരാത്തോണ്ട് അയാൾ പുറത്തെങ്ങാണ്ട് പോയിരിക്കുകയാണ്. വരട്ടെ എന്നുള്ള രീതിയിൽ നായിക കുറെ നേരം അവിടെ വെയിറ്റ് ചെയ്യുന്നു. എന്നാൽ കുറെ നേരം ഇരുന്നിട്ടും അയാൾ വരാതാവുന്ന സമയത്ത് നായിക അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. നായിക പോയതിനു ശേഷം രാജുഭായ് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അവൾ നേരത്തെ അവിടെ വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് അവളെ കുടിച്ചിട്ട് വെച്ച ഒരു വാട്ടർ ബോട്ടിൽ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതെടുത്ത് ഫിംഗർ പ്രിന്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ച നായികയാണ് ആ ക്രൈം ചെയ്തതെന്നുള്ള കാര്യം പോലീസിനെ അറിയിക്കാലോ എന്ന് രാജു വിചാരിക്കുന്നു. അതാകുമ്പോൾ രാജുവിനും പ്രശ്നം വരില്ല. അങ്ങനെ ഇപ്പൊ രാജു അത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ട് അത് ചെക്ക് ചെയ്യാനുള്ള ഏർപ്പാടുണ്ടാക്കുവാണ്. അങ്ങനെ ഇപ്പൊ ആ ബോട്ടിലെ ഫിംഗർ പ്രിന്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് ആ കമ്പിയിലുണ്ടായിരുന്ന ഫിംഗർ പ്രിന്റ്സുമായിട്ട് മാച്ച് ആവുന്നു. അങ്ങനെ ഇപ്പൊ പോലീസുകാർ നായികനെ സംശയിക്കുവാണ്. എന്നാൽ നായികനെ ഇതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പോലീസുകാർ ആ സംഭവം നടക്കുന്ന അന്ന് അവൾ എവിടെയായിരുന്നു എന്ന് അന്വേഷിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. അങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് അവർ കണ്ടുപിടിക്കുവാണ് നായിക അന്ന് മറ്റൊരു സ്ഥലത്തായിരുന്നു എന്ന്. അതിനുള്ള ഒരു എവിഡൻസ് അവർക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ഇത് തിരിച്ചറിയുന്ന പോലീസുകാർ ഈ കേസിൽ അവരെ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടി രാജു കാട്ടിക്കൂട്ടുന്ന പരിപാടിയായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നു. അങ്ങനെ ഒരു ദിവസം ഈ കേസിന്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് നായിക DSPന്റെ ഒരു ബ്രദറുമായിട്ട് മീറ്റ് ചെയ്യുന്നു. അയാൾക്കാണെങ്കിൽ ഇവളെ കണ്ടപ്പോ തന്നെ വല്ലാതെ ഇഷ്ടാവുകയാണ്. അങ്ങനെ അയാളാണെങ്കിൽ ഇവളെ ഒന്ന് വളച്ചെടുക്കാൻ വേണ്ടി മാഡം ഇവിടെ അടുത്ത് തന്നെ ഒരു മ്യൂസിയം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ പോയിട്ടില്ല. മാഡം ഫ്രീ ആണെങ്കിൽ നമുക്ക് അവിടെ ഒന്ന് പോയാലും ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന നായിക നമുക്ക് പോവാന്നും പറയുന്നു. അങ്ങനെ അയാളുടെ കൂടെ നായിക പോവാണ്. ഇതേസമയം ഈ കാര്യങ്ങൾ അറിഞ്ഞ് രാജുഭായ് അവിടേക്ക് വരുന്നു. രാജുഭായ് കാണുന്നത് അയാളുടെ കൂടെ പോകുന്നത് അന്ന് ആ DSPനെ കൊന്ന ആ പെണ്ണിന്റെ രൂപമാണ്. ഇത് കണ്ടത് രാജുഭായ് ഉറപ്പിക്കുന്നു അപ്പൊ ഇയാളുടെ കഥയും ഇന്നത്തോടുകൂടി തീർന്നുവെന്ന്. വിചാരിച്ചാലും തന്നെ അവിടേക്ക് എത്തിയതും ആ പെണ്ണിന്റെ രൂപം അയാളെ ഒരുപാട് ആക്രമിക്കാൻ തുടങ്ങുന്നു. ഈ സമയം ഇതെല്ലാം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് രാജുഭായ് ഫോൺ എടുത്ത് അത് റെക്കോർഡ് ചെയ്യുന്നു. എന്നാൽ വീഡിയോയിൽ അവളുടെ രൂപം മാത്രം പതിയുന്നില്ല. അങ്ങനെ ആ വ്യക്തിനെ അവിടെയിട്ട് ഒരുപാട് ആക്രമിച്ചതിന് ശേഷം അവളാണെങ്കിൽ അവിടെയുള്ള ആ മുള്ളുകളുള്ള അറിയില്ലേ അതിലേക്കിട്ട് അയാളെ കൊടൂരമായിട്ട് കൊല്ലുന്നു. അയാൾ മരിച്ചതിന് ശേഷം അവളാണെങ്കിൽ ഒരുപാട് സന്തോഷത്തോടുകൂടി കൈയെല്ലാം അടിക്കുകയാണ്. രാജുഭായിക്കാണെങ്കിൽ ഇതെല്ലാം കണ്ട് തല കറങ്ങുന്നു. അടുത്ത സീനിൽ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് പോലീസുകാർ അവിടേക്ക് വരുന്നു. എന്നിട്ട് ബോഡിയെല്ലാം അവിടെ നിന്ന് മാറ്റി അവിടെ മുഴുവൻ ചെക്ക് ചെയ്യുകയാണ്. DSPന്റെ മരണത്തിൽ അയാളുടെ ശരീരത്തിൽ കുത്തിക്കേറിയ ആ കമ്പി കഷ്ണത്തിനുണ്ടായിരുന്ന അതേ ഫിംഗർ
ഫിംഗർ പ്രിന്റ് തന്നെയായിരുന്നു ഈ കേസിലും ഇവിടുന്ന് അവർക്ക് കിട്ടുന്നത്. അങ്ങനെ ഈ രണ്ട് കേസിനും ബന്ധമുണ്ട്. ഒരേയാൾ തന്നെയാണ് ഈ രണ്ട് ക്രൈമും ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ പോലീസുകാരാണെങ്കിൽ അന്വേഷണം ഊർജിതമാക്കുന്നു. ഇതേസമയം തന്നെ ബാക്കിയുള്ള DSPന്റെ ആ ബ്രദറും അയാളുടെ അനിയത്തിയും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി പോലീസുകാരെ കുറെ വഴക്കെല്ലാം പറയുന്നു. ഇപ്പൊ അവരുടെ ഫാമിലിയിൽ രണ്ടാമത്തെ ആളാണല്ലോ മരിക്കുന്നത്. ഇത്രയും ദിവസങ്ങളായിട്ടും പോലീസുകാര് ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നും പറഞ്ഞിട്ടാണ് അവരിങ്ങനെ പോലീസുകാരെ വഴക്ക് പറയുന്നത്, ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതേസമയം തന്നെ രാജു ആണെങ്കിൽ ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നു. അതായത് നായകന്റെ രൂപത്തിലുള്ള ഒരു പ്രേതമാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന്. അങ്ങനെ ഇപ്പൊ നായകനെ കണ്ട് അയാൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നു. അന്ന് ഡോക്ടർ പറഞ്ഞു കൊടുത്ത ആ സ്കെൽറ്റന്റെ കാര്യങ്ങളെല്ലാം ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് അത് കറക്റ്റ് ആണെന്നുള്ളത് നായികയ്ക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു. അതുപോലെ അന്ന് രാത്രി നമ്മുടെ നായികയാണെങ്കിൽ ആ രൂപത്തിന് നേരിട്ട് കാണുകയും ചെയ്യുവാണ്. അതായത് നായകന്റെ മുമ്പിൽ ആ രൂപം വരുന്നു. നായികനെ കൂടെ ഉണ്ടായിരുന്ന അവളുടെ ബ്രദറിനെ ആണെങ്കിൽ ഒരുപാട് ഉപദ്രവിക്കാൻ തുടങ്ങുന്നു. ഇതെല്ലാം കണ്ട് ദേഷ്യം വരുന്ന നായിക, നീ ആരാ, നിനക്ക് എന്താ വേണ്ടേ, നീ എന്തിനാ എന്റെ ബ്രദറിനെ ഉപദ്രവിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. എല്ലാം ഞാൻ നിനക്ക് പറഞ്ഞുതരാമെന്നും പറഞ്ഞുകൊണ്ട് അവളുടെ ഫ്ലാഷ് ബാക്ക് നായികനോട് പറയാൻ തുടങ്ങുന്നു. ദമയന്തി എന്നായിരുന്നു ഇവളുടെ പേര്. 100 വർഷങ്ങൾക്ക് മുമ്പ് അവിടെയുള്ള കൊട്ടാരത്തിലായിരുന്നു ഇവള് ജീവിച്ചിരുന്നത്. ഭർത്താവിനോടൊപ്പം വളരെ ഹാപ്പി ആയിട്ട് കഴിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. അവിടുത്തെ രാജാവായിരുന്നു രാമലിംഗം. അയാൾ ഇവളുടെ അങ്കിളായിരുന്നു. ആ രാമലിംഗത്തിന് 3 വിശ്വസ്തരുണ്ടായിരുന്നു. അവർക്കൊരു അനിയത്തിയും. ആ പെണ്ണിനെ കണ്ടത് രാമലിംഗത്തിനാണെങ്കിൽ അവളോട് വല്ലാതെ ക്രഷ് അടിച്ചു. അങ്ങനെ അയാൾ ആവശ്യം പറഞ്ഞ സമയത്ത് ആ 3 ബ്രദേഴ്സും അയാൾക്ക് അവളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നു. അതോടുകൂടി അയാളുടെ 3 വിശ്വസ്തരും ഈ കുടുംബത്തിന്റെ ഭാഗമാവുകയാണ്. ഇവരെ 3 പേരും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവർ പ്രസന്റിലുള്ള DSP അയാളുടെ 2 ബ്രദേഴ്സുമാണ്. ഇത് അവരുടെ മുജ്ജന്മമാണ്. രാമലിംഗം കല്യാണം കഴിച്ച ഇവരുടെ അനിയത്തിയാണ് പ്രസന്റിലുള്ള DSPന്റെ അനിയത്തി. അങ്ങനെ അവള് രാമലിംഗത്തിനെ കല്യാണം കഴിച്ച് അയാളുടെ ഭാര്യയായിട്ട് ആ കൊട്ടാരത്തിൽ ജീവിക്കാൻ തുടങ്ങിയിരുന്നെങ്കിലും രാമലിംഗം കൂടുതൽ വാല്യൂ കൊടുത്തിരുന്നത് രക്തബന്ധത്തിലുള്ള ദമയന്തിക്കായിരുന്നു. അതുപോലെ അവളുടെ ഭർത്താവിനുമായിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കുന്ന അവളുള്ള 3 ബ്രദേഴ്സും കൂടി ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നു. ദമയന്തി അവളുടെ ഭർത്താവും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇവർക്ക് യാതൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന്. അതുകൊണ്ട് എന്തെങ്കിലും ഇവിടുന്ന് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ അതിനാദ്യം അവരെ ഇല്ലാതാക്കണമെന്ന്. അങ്ങനെ ഇപ്പൊ ഇതേപോലെ ഒരു പ്ലാൻ ഉണ്ടാക്കി അവർ 4 പേരും കൂടി ദമയന്തിനെ അവളുടെ ഭർത്താവിനെയും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അവിടെ വരെ പൂട്ടിയിട്ട് ഒരുപാട് ഉപദ്രവിക്കുന്നു. അങ്ങനെ അവർ 4 പേരും കൂടി ദമയന്തിനെയും ഭർത്താവിനെയും അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അവിടേക്ക് അവരുടെ ഒരു വേലക്കാരൻ വന്ന് അവരെ ഹെൽപ്പ് ചെയ്യുന്നു. അതായത് അവിടുന്ന് അവരെ രക്ഷപ്പെടാൻ വേണ്ടി അയാൾ സഹായിക്കുകയാണ്. അങ്ങനെ ആരും അറിയാതെ അവരോടൊന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ടെങ്കിലും കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അവർ 4 പേരും അവരുടെ പുറകെ വരുന്നു. എന്നിട്ട് ആദ്യം തന്നെ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സഹായിച്ച ആ വേലക്കാരനെ അവർ കൊന്നു കളയുവാണ്. ശേഷം ദമയന്തിയുടെ ഭർത്താവിനെ ആ മുള്ളുള്ള അറയിലിട്ട് അങ്ങനെ അയാളെ കൊടൂരായിട്ട് കൊല്ലുന്നു. ഇനി ബാക്കിയുള്ളത് ദമയന്തിയാണ്. അവളെ കൊല്ലാൻ വേണ്ടി അവർ ശ്രമിക്കുന്ന സമയം അവിടെ അടുത്തായിട്ട് അവർ വലിയൊരു ചെളിക്കൊണ്ട് കാണുവാണ്. അങ്ങനെ ഇപ്പൊ അതിലേക്ക് അവളെ തള്ളിവിട്ട് അവളെ ആ ഒരു രീതിക്ക് അവരില്ലാതാക്കുന്നു. അന്ന് ദമയന്തിനോട് ഈ ക്രൈമെല്ലാം ചെയ്ത അവരെ പുനർജന്മം എടുത്തപ്പോൾ അവരോട് പ്രതികാരം വീട്ടാൻ വേണ്ടിയാണ് ദമയന്തിന്റെ ആത്മാവ് ഇവിടേക്ക് വന്നത്. അങ്ങനെ ഇപ്പൊ ദമയന്തി ഈ കാര്യങ്ങളെല്ലാം അവളുടെ പുനർജന്മമായ നായികനോട് പറഞ്ഞു തീരുന്നു. അങ്ങനെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞതും നായിക പറയാണ് ദമയന്തിനോട്, മുൻജന്മത്തില് അവർ ആ ക്രൈം ചെയ്തിട്ടുണ്ടാവാം, ഒരുപാട് തെറ്റുകൾ കാട്ടിക്കൂട്ടിയിട്ടുണ്ടാവാം എന്ന് വിചാരിച്ച് ഈ ജന്മത്തില് അവരോട് അതിന്റെ പ്രതികാരം വീട്ടുന്നത് ശരിയാണോ? ഈ ജന്മത്തില് അവർ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ നീ ഇപ്പൊ ചെയ്യുന്ന ഈ കാര്യങ്ങൾ കൊണ്ട് ഞാനും കൂടിയാണ് ബുദ്ധിമുട്ടാൻ പോകുന്നത്. അത് നീ മനസ്സിലാക്കണം എന്നൊക്കെ നായിക പറയുന്ന സമയത്ത് നായിക പറഞ്ഞാലും കാര്യമുണ്ടെന്ന് ദമയന്തിക്ക് മനസ്സിലാവുന്നു. ശരി, നീ പറഞ്ഞതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു. ഇനി ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിന്റെ ജീവിതം കൂടി കഷ്ടത്തിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് മടങ്ങി പോവാണെന്നും പറഞ്ഞ് ദമയന്തിന്റെ ആത്മാവ് അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. പോകുന്നതിന് മുമ്പായിട്ട് അവൾ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. അന്ന് അവര് കാരണം എനിക്ക് വന്നൊരവസ്ഥ ഈ ജന്മത്തിൽ നിനക്കും വരാൻ ചാൻസ് ഉണ്ട്. സോ നീ ഒന്ന് കരുതിയിരിക്കണമെന്ന്. അതെല്ലാം കഴിഞ്ഞ് നായികയാണെങ്കിൽ അന്ന് ഈവനിങ് DSPന്റെ ഫാമിലിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇന്നെ പോലെ നടന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. ദമയന്തിന്റെ ആത്മാവ് തിരിച്ചു പോയോണ്ട് ഇനി എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല, എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്നൊക്കെ നായിക പറഞ്ഞു കൊടുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നായിക അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യുന്നു. എന്നാൽ അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന അവർക്കാണെങ്കിൽ നായിക പറഞ്ഞു കൊടുത്ത ഈ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ഒരു സ്വസ്ഥത കിട്ടുന്നില്ല. ഉറക്കത്തിൽ അവര് ദമയന്തി കൊല്ലാൻ വരുന്ന പോലെയൊക്കെ സ്വപ്നം കാണുകയും ചെയ്യുവാണ്. അടുത്ത ദിവസം അവരെല്ലാരും ഇതിനെ വരെ പ്ലാൻ ചെയ്യുന്നു. ദിവ്യ പറഞ്ഞ പോലെ ദമയന്തി ഇവിടം വിട്ടു പോയിട്ടൊന്നുമില്ല, അവളുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാവും. ദമയന്തി ഇവിടം വിട്ടു പോണെങ്കിൽ അതിനാദ്യം ദിവ്യ ഇല്ലാതാവണം. ദിവ്യ ഭൂമിയിൽ നിന്ന് ഇല്ലാതായാലേ ദമയന്തി ഇവിടം വിട്ടു പോവുള്ളൂ. അതുകൊണ്ട് നമ്മുടെ സ്വസ്ഥതയ്ക്ക് വേണ്ടി മറ്റൊന്നും ആലോചിക്കാതെ അവളെ അങ്ങ് ഇല്ലാതാക്കാന്ന് DSPന്റെ അനിയത്തി അവളെ ബ്രദറിനോട് പറയുന്നു. അങ്ങനെ ഇപ്പൊ അവർ രണ്ടുപേരും കൂടി അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുവാണ്. അങ്ങനെ അടുത്ത ദിവസം നായികനെ അന്ന് ദമയന്തിനെ ഇല്ലാതാക്കിയ ആ ചെളിക്കൊണ്ടുള്ള സ്ഥലമില്ലേ അവിടേക്ക് അവര് വിളിച്ചു വരുത്തുന്നു. അവിടെ എത്തിയതിനു ശേഷമാണ് ഇവരുടെ ഉദ്ദേശമല്ല നായികയ്ക്ക് മനസ്സിലായത്. അപ്പം നായികയാണെങ്കിൽ അന്ന് ദമയന്തി പറഞ്ഞ കാര്യം ഓർക്കുന്നു. അന്ന് ദമയന്തിക്ക് അവളുടെ ജീവിതത്തിലുണ്ടായ ആ ഒരു അനുഭവം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നായികയ്ക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് അവൾ പറഞ്ഞായിരുന്നല്ലോ. ആ കാര്യമാണ് നായിക ഓർക്കുന്നത്. അങ്ങനെ ഇപ്പൊ ഇതിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നായിക അവളുടെ ശരീരത്ത് ദമയന്തിയുള്ള പോലെ അഭിനയിക്കുന്നു. അങ്ങനെ ആകെ പേടിച്ച് DSPന്റെ ബ്രദറും അയാളുടെ ഡ്രൈവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് അവർ അപകടത്തിൽ പെട്ട് മരിക്കുവാണ്. എന്നാൽ ഇതെല്ലാം കണ്ട് ആകെ ദേഷ്യമെന്ന് ഭ്രാന്ത് പിടിക്കുന്ന പോലെ DSPന്റെ അനിയത്തിയാണെങ്കിൽ നായികനെ കൊല്ലാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് ഓടി വരുന്നു. ഈ സമയം അവള് കാലി വഴുതിയ ചെളിക്കൊണ്ടിലേക്ക് വീഴുന്നു. ഈ സമയം നായിക സത്യമെല്ലാം അവളോട് തുറന്നു പറയുന്നു. അതായത് തന്റെ മേത്ത് ശരിക്കും ദമയന്തി ഒന്നും കയറിയിട്ടില്ല. അവൾ അന്ന് ആ കാര്യങ്ങളെല്ലാം എന്നെ അറിയിച്ച് നിങ്ങളെ കൊല്ലാൻ തീരുമാനമെടുത്ത സമയത്ത് ഞാനാണ് അതിൽ നിന്ന് അവളെ പറഞ്ഞു തിരിപ്പിച്ച് ഈ ലോകം വിട്ടു പറഞ്ഞയച്ചത്. ആ എന്നോട് തന്നെ നിങ്ങൾ ഇങ്ങനെ തിരിയുമെന്ന് അവൾ എന്നോട് പറഞ്ഞായിരുന്നു. അന്ന് ഞാനത് വിശ്വസിച്ചില്ല എന്ന് ഇന്നെനിക്ക് മനസ്സിലായി. ഇന്നിപ്പോ നിങ്ങൾ ചെയ്തതിനുള്ള ശിക്ഷയാണ് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയതെന്ന്. നിങ്ങൾ തന്നെ നിങ്ങളുടെ വിധി ചൂസ് ചെയ്തുകൊണ്ട് ഇനി എനിക്ക് ഇതിലൊന്നും ചെയ്യാനില്ല എന്നും പറഞ്ഞ് നായിക അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ DSPന്റെ അനിയത്തി ആ ചിലക്കൊണ്ടി കിടന്നു മരിക്കുവാണ്. അതിനുശേഷം നായികയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം പറയാമെന്ന് വിചാരിച്ചുകൊണ്ട് രാജുവിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. എന്നാൽ അപ്പൊ അവിടെ രാജു ഇല്ലായിരുന്നു. അയാൾ അവിടുന്ന് പേടിച്ച് ട്രാൻസ്ഫർ ആയി പോയി. ഇപ്പൊ അവിടേക്ക് അയാൾക്ക് പകരമായിട്ട് പുതിയൊരു ഉദ്യോഗസ്ഥൻ വന്നിരിക്കുകയാണ്. നായകന്റെ മുജ്ജന്മത്തിലെ അവളുടെ ഭർത്താവിന്റെ രൂപമുള്ള ഒരു വ്യക്തി. അയാളെ കണ്ടത് നായികയ്ക്ക് അയാളോട് വല്ലാത്ത അടുപ്പം തോന്നുന്നു. നായിക പുനർജന്മം എടുത്ത പോലെ ദമയന്തിന്റെ ഭർത്താവായ ഇയാളും
മോഹൻലാലും എടുത്തു വന്നിരിക്കുന്നതാണ്. അങ്ങനെ ഇനി ഇവർ രണ്ടുപേരും ഒരുമിക്കുന്നു കാണിച്ചുകൊണ്ട് അങ്ങനെ ഒരു എൻഡിങ്ങോടെ ഈ മൂവി വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പൊ കൂട്ടുകാരെ, എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ? അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള ഒരു മൂവി ആയിട്ട് എനിക്കിത് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് ഈ മൂവിനെ പറ്റി തോന്നിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ കമന്റ് ചെയ്യണം. ഇനി ഇതുപോലുള്ള നല്ല നല്ല മൂവീസ് ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. Then thank you so much for watching this video.